ജൂൺ 13 മുതൽ 24 വരെ നീണ്ടുനിന്ന 12 ദിവസത്തെ ഇറാൻ-ഇസ്രായേൽ സംഘർഷം രാജ്യാന്തര ശ്രദ്ധ നേടി. റൈസിംഗ് ലയൺ എന്ന പേരിട്ട ഈ ഓപ്പറേഷനിൽ ഇസ്രായേൽ ഇറാനിയൻ മണ്ണിലേക്ക് നൂറുകണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി തങ്ങളുടെ ബഹുതല പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും വിപുലമായതും മാരകമായതുമായ സൈനിക ഏറ്റുമുട്ടൽ എന്ന ഈ ആക്രമണത്തെ വിലയിരുത്താൻ സാധിക്കും. ഇരു രാജ്യങ്ങൾക്കും തങ്ങളുടെ മികവ് തെളിയിക്കാൻ കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ തിരിച്ചടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. സംഘർഷത്തിൽ ഇസ്രായേൽ തങ്ങളുടെ സാങ്കേതിക മേധാവിത്വം തെളിയിച്ചപ്പോൾ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷിയും തന്ത്രപരമായ കരുത്തും പ്രകടിപ്പിച്ചു. സംഘർഷത്തിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം കരുത്ത് കാണിച്ചോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മിസൈലുകൾ തടയുന്നതിൽ ഇസ്രായേലിന് തിരിച്ചടി നേരിട്ടെന്ന പല കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ ഇസ്രായേലോട്ട് തയ്യാറായിട്ടുമില്ല. ഇറാനിൽ നിന്ന് തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഏകദേശം 86% വിജയ ശതമാനം നിലനിർത്തിയെന്നാണ് ഇസ്രായേലിന്റെ വാദം. സംഘർഷത്തിൽ ഇസ്രായേലിൽ 28 പേർ കൊല്ലപ്പെടുകയും 3000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും 13,000 പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കാരണം ഒഴിവാക്കാനായ നാശനഷ്ടം യഥാർത്ഥത്തിൽ സംഭവിച്ചതിന്റെ 7 ഇരട്ടിയോളം വരുമെന്നാണ് ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഏകദേശം 10 ബില്യണിന്റെ നഷ്ടമാണ് കണക്കാക്കുന്നത്. യുദ്ധക്കളം മാറ്റിമറിച്ചത് ഡ്രോണുകളായിരുന്നു. ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ചത് അത്രയേറെ ഡ്രോണുകളാണ്. UAVകളിൽ 99%-ലധികവും തടയാൻ കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലി ഡ്രോണുകൾ ആയിരക്കണക്കിന് മണിക്കൂർ പറക്കുകയും 500-ലധികം ആക്രമണങ്ങളും മിസൈൽ ലോഞ്ചറുകൾക്കും നിർണായക ഇൻഫ്രാസ്ട്രക്ചറുകൾക്കുമെതിരെ മുൻകൂർ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ബഹിരാകാശ അധിഷ്ഠിത രഹസ്യാന്വേഷണത്തിനും ഈ സംഘർഷത്തിൽ നിർണായക പങ്കുണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ കറങ്ങുന്ന ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തെ ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥർ ഒരു നിർണായക അസ്ഥിയായി വിശേഷിപ്പിച്ചു. സംഘർഷത്തിലുടനീളം ഇറാനിലെ ദശലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉയർന്ന റെസല്യൂഷനിൽ രാവും പകലും ചിത്രീകരിക്കുകയും 12,000-ലധികം ഉപഗ്രഹ ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഈ ഉപഗ്രഹങ്ങൾ രഹസ്യാന്വേഷണ ശേഖരത്തിനായി വ്യാപകമായി ഉപയോഗിച്ചു. തത്സമയം ലഭിച്ച ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഡസൻ കണക്കിന് അടിയന്തര പ്രവർത്തനപരമായ ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്തു. ഇറാന്റെ മിസൈൽ ശക്തിയും പുതിയ തന്ത്രങ്ങളും ലോകം കണ്ട ഒരു ആക്രമണം കൂടിയായിരുന്നു ഈ ഇറാൻ-ഇസ്രായേൽ സംഘർഷം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരമാണ് ഇറാനുള്ളത്. വിവിധ ദൂരങ്ങളിലും വേഗതയിലുമുള്ള ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ലഭ്യമായിരുന്നു. ഇസ്രായേലിനെതിരെ ആദ്യമായി ഉപയോഗിച്ച ഹാജ് ഖാസിം മിസൈൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ളതാണെന്ന് തെളിയിച്ചു. ഈ പുതിയ മിസൈലിന്റെ ശക്തിയും വേഗതയും ഇറാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന പഴയ മിസൈലുകളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണെന്നും ഈ മിസൈലിന്റെ പ്രയോഗം വ്യക്തമാക്കുന്നുണ്ട്.